എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലോകത്തെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ച അമേരിക്ക ഇറാൻ യുദ്ധം ഇപ്പോൾ വിചിത്രമായ ഒരു നിശബ്ദതയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ നിശബ്ദത യുദ്ധത്തിന്റെ അവസാനമാണോ അതോ വലിയ ആക്രമണത്തിനുള്ള ഇടവേളയാണോ എന്ന് മാത്രമാണ് നമ്മൾ ഇനി അറിയാനുള്ളത്. ഇതിനുള്ള പ്രധാന ചോദ്യം ട്രംപ് എന്തുകൊണ്ടാണ് ഇറാനെതിരായ ആക്രമണം നിർത്തിയത് എന്നുള്ളതാണ്. ഇറാനെതിരെ കടുത്ത ഭാഷ ഉപയോഗിച്ച് ട്രംപ് ആവശ്യമെങ്കിൽ ഇറാനെ ശക്തമായി ആക്രമിക്കും എന്ന് പലതവണ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വലിയ ആക്രമണങ്ങളൊന്നും ട്രംപ് നടത്തിയിരുന്നില്ല. തുടർച്ചയായി 14 ദിവസങ്ങൾ ആക്രമണം നടത്തിയെങ്കിലും അതൊന്നും മാരകമായ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നില്ല. മറിച്ച് ഒരു ആചാരം പോലെ ഇറാനെ ആക്രമിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രം പോലെയാണ് അവർ ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളത് ഇറാനിൽ നിന്നുള്ള നാശനഷ്ടങ്ങളെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അമേരിക്ക ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ മുഴുവൻ ആക്രമിക്കുകയും അമേരിക്കയുടെ താഡ്, പേട്രിയറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാന ബാറ്ററികളെ മുഴുവൻ അവർ തകർക്കുകയും ധാരാളം സൈനികർക്ക് പരിക്കേൽക്കുകയും മരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതോടെ യഥാർത്ഥത്തിൽ ട്രംപിന് ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനെ അമേരിക്ക തള്ളിക്കളയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക വിഭാഗം പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചുവെന്നും ഇനി അനാവശ്യമായ യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്നുമാണ്. ഇത് പലതവണ ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് എന്ന്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു, ഇറാന് സൈന്യങ്ങളൊന്നുമില്ല, ഇറാൻ ഇനി തിരിച്ചടിക്കാനുള്ള യാതൊരുവിധ കഴിവുമില്ല എന്നൊക്കെ പലതവണ ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അതിനുശേഷം ഭയങ്കരമായ ആക്രമണമാണ് ഇറാനിൽ നിന്നും അമേരിക്ക നേരിടേണ്ടി വന്നത്. എന്നിട്ടും അവർ ഈ പഴയ പല്ലവി തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചു എന്നുള്ളത്. ഒരു രാജ്യത്ത് കൊണ്ടുപോയി കുറിച്ച് ബോംബിടുന്നതാണോ അമേരിക്കയുടെ ലക്ഷ്യം? അതിനപ്പുറത്തേക്ക് അവർക്ക് യുദ്ധത്തിൽ ഒരു തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്നെ മേലെ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന് അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും അമേരിക്കയ്ക്ക് സൈനികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും ചില പ്രധാന സൈനിക വിശകലന വിദഗ്ധരുമൊക്കെ ഉയർത്തുന്ന ചോദ്യം അമേരിക്കയ്ക്ക് ഇത് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ എന്നുള്ളതാണ്. യുദ്ധം വ്യാപിച്ചാൽ എണ്ണവില ഉയരുമെന്നും ഗൾഫ് മേഖല അസ്ഥിരമാകുമെന്നും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുമെല്ലാം നേരത്തെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അമേരിക്കയ്ക്ക് ഇല്ലേ എന്നവർ ചോദിക്കുന്നു. ഇറാന് മേലുള്ള ആക്രമണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് അമേരിക്കയ്ക്ക് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്നുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ദുർബലമായ രാജ്യങ്ങൾക്ക് മേൽ വ്യോമാക്രമണം നടത്താനുള്ള യുദ്ധപരിചയം മാത്രമേ അമേരിക്കയ്ക്കുള്ളൂ എന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണയുള്ള ഇറാനുമായി ഒരു യുദ്ധത്തിനിറങ്ങി അമേരിക്കയുടെ സൈനിക സാമഗ്രികൾ മുഴുവൻ നഷ്ടപ്പെടുത്താനും സൈനികരുടെ മരണങ്ങൾക്കും പരിക്കുകൾക്കുമെല്ലാം കാരണമാകാനും നിങ്ങൾ മുന്നിട്ടിറങ്ങിയത് എന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ വസ്തുത എന്നത് ഇറാൻ അമേരിക്കയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി എന്നുള്ളത് തന്നെയാണ്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതിനാൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായിട്ടാണ് അനുഭവപ്പെട്ടത്. മിക്ക ആക്രമണങ്ങളും അമേരിക്ക തടഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോൾ എങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിലെത്തിയ വില കൂടിയ റീപ്പർ ഡ്രോണുകൾ, താഡ്, പാട്രിയറ്റ് പ്രതിരോധ ബാറ്ററികൾ, അതുപോലെ തന്നെ F-35 വിഭാഗത്തിൽപ്പെട്ട അനേകം യുദ്ധവിമാനങ്ങൾ, ഇവയൊക്കെ എവിടെയെന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രത്തെ ഉത്തരം മുട്ടിക്കുകയാണ്. അപ്പോൾ സത്യം എന്താണ്? ചില സ്വതന്ത്ര സൈനിക വിദഗ്ധർ പറയുന്നത് ഇറാന്റെ മിക്ക ആക്രമണങ്ങളും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു, അതിലൂടെ അമേരിക്കയുടെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ മുഴുവൻ സൈനിക ശൃംഖല തകർന്നുവെന്നും അതുപോലെ അവരുടെ പാട്രിയറ്റ്, താഡ് പോലുള്ള പ്രതിരോധ ബാറ്ററികളെല്ലാം തകർന്നു എന്നുള്ള അർത്ഥമൊന്നും ഇതിലില്ല കേട്ടോ. അതിൽ കുറേയൊക്കെ തകർന്നിട്ടേ ഉള്ളൂ. എന്നാൽ വില കൂടിയ ഈ പ്രതിരോധ ബാറ്ററികൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന പ്രതിരോധത്തിന്റെ ആണികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മിഡിൽ ഈസ്റ്റിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് സൗദി, ഖത്തർ, കുവൈറ്റ് എല്ലായിടത്തും ഇവർ 2-3 വെച്ച് ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ചില ബാറ്ററികൾക്ക് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായതോടെ അവ തകരുകയും അതോടുകൂടി അവരുടെ പ്രതിരോധ സംവിധാനം തകരുകയും ചെയ്തിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് എത്തുന്ന മിസൈലുകൾ തടയാൻ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് ട്രംപിനെ കൊണ്ട് പെട്ടെന്ന് യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ പ്രചോദനമുണ്ടാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വരുന്ന വലിയൊരു ചോദ്യമുണ്ട്. അമേരിക്ക നിരന്തരമായി ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും
ഇപ്പോൾ അവസാനം അമേരിക്ക തന്നെ ഇന്നലെ ഇറാനിലെ മുഴുവൻ ആക്രമണങ്ങൾ നിർത്തി പിൻവലിയുകയും ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ ഇസ്രായേൽ ഏറ്റവും ദുർബലമായ ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ നല്ല ഒരു സുവർണ അവസരം ഉണ്ടായിട്ട് പോലും ഇറാൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യമാണ്. ഇറാൻ ഇസ്രായേലിന് വേണ്ടി ഇപ്പോഴും മിസൈൽ ശേഖരങ്ങളും സൈനിക സംവിധാനങ്ങളും ഒക്കെ നിലനിർത്തുന്നുണ്ട് എന്ന് പലതവണ ആവർത്തിക്കുമ്പോഴും അവർ ഇപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം ഇസ്രായേലിലെ നെസറ്റ് പിരിച്ചുവിടുകയും ഇലക്ഷൻ അടുത്തു വരികയും ചെയ്തതിനാൽ ഇനി നെതന്യാഹു വീണ്ടും പ്രധാനമന്ത്രിയായി തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ ഇറാൻ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. തന്നെയുമല്ല, നെസറ്റ് പിരിച്ചുവിട്ടതിനാൽ നെതന്യാഹുവിന് ഇപ്പോൾ പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. അവരുടെ സൈന്യത്തിന് മേലും ഇയാൾക്ക് ഇപ്പോൾ കാര്യമായ നിയന്ത്രണങ്ങളൊന്നുമില്ല. നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള നിയന്ത്രണങ്ങളൊന്നും അയാൾക്ക് ഇപ്പോൾ ഇല്ല. കാരണം പ്രധാനമന്ത്രിയുടെ പവർ 1/3 കുറഞ്ഞിരിക്കുകയാണ്. നെസറ്റ് പിരിച്ചുവിട്ടപ്പോൾ ഇലക്ഷൻ അടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണിത്. അങ്ങനെ സൈനികമായും രാഷ്ട്രീയമായും ദുർബലമായിരിക്കുന്ന ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല എന്ന തീരുമാനമാണ് ഇറാന്റെ ഭാഗത്തുള്ളത്. തന്നെയുമല്ല, പുതിയ സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും അവർക്ക് നല്ല രീതിയിലുണ്ട്. അതിനാൽ ഇപ്പോൾ ഇസ്രായേലിൽ വലിയ ആക്രമണം നടത്തി ഇസ്രായേലിലെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ ആഭ്യന്തര രാഷ്ട്രീയം സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഇറാന് കൂടുതൽ അനുകൂലമായി വരും എന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. പുതിയ രാഷ്ട്രീയ നേതൃത്വം ഇറാനുമായി ഒരു സമവായത്തിലെത്തുകയും പരസ്പരം ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഗസയ്ക്ക് സ്വാതന്ത്ര്യം നൽകാം, ഗസയിലെ ജനങ്ങളെ സ്വതന്ത്രരാക്കാം എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെബനോനെ ആക്രമിക്കില്ല, ലെബനോനുമായും ഒരു സൗഹൃദത്തിൽ മുന്നോട്ട് പോകാം എന്നൊക്കെ ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇറാൻ ഇക്കാലം അത്രയും യുദ്ധം ചെയ്തതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയാണ് സംഭവിക്കുന്നത്. തന്നെയുമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ആക്രമിക്കും എന്ന ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനെന്ന വ്യാജേന അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കബളിപ്പിച്ച് പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നെ ഇവിടെ റോളുകളൊന്നുമില്ല, അവർക്ക് തിരിച്ചു പോകാം. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ആക്രമിച്ചാലും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ യുദ്ധത്തിൽ വിജയിക്കുക തന്നെയാണ്. അത് അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് തൽക്കാലം യുദ്ധം നിർത്തിയെങ്കിലും അയാൾ യുദ്ധത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറി എന്നതിൽ ആരും വിശ്വസിക്കേണ്ടതൊന്നുമില്ല. കാരണം മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ നിന്നും അമേരിക്കയെ പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നതാണ് ഇറാന്റെ അന്തിമ തീരുമാനം. മിഡിൽ ഈസ്റ്റ് ഒരിടത്ത് പോലും അമേരിക്കയുടെ പൊട്ടും പൊടിയും കാണരുത് എന്ന കാര്യത്തിൽ ഇറാന് നിർബന്ധമുണ്ട്. ലോകം മുഴുവൻ വിഷം വിതയ്ക്കുന്ന അമേരിക്ക ഇനി മിഡിൽ ഈസ്റ്റിൽ വേണ്ട എന്ന തീരുമാനമാണ് ഇറാനുള്ളത്. തന്നെയുമല്ല, അവർക്ക് ഹോർമുസിൽ ഒരു ആധിപത്യം ഇനി ആവശ്യമാണ്. ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഹോർമുസിൽ പിടിയുണ്ടാവണം എന്ന കാര്യത്തിൽ ഇറാൻ ഏതാണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഹോർമുസ് ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്നത്. ഈ ആധിപത്യം പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്ന അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും വിരട്ടി ഓടിക്കേണ്ടതുണ്ട്. ഇത് ട്രംപിനെ ഒരുപക്ഷെ പ്രകോപിപ്പിച്ചേക്കാം. അയാൾ വീണ്ടും യുദ്ധത്തിനും ഇറങ്ങിയേക്കാം. അതുകൊണ്ട് ഇന്നത്തെ ശാന്തതയെ സ്ഥിര സമാധാനമായിട്ടോ കാണാൻ കഴിയില്ല. അത് നാളെ വീണ്ടും യുദ്ധമായി പരിണമിക്കാൻ തന്നെ കാരണമായേക്കാം. എന്തായാലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധവിജയം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. അവർ ഓരോ ദിവസം ഇവിടെ തങ്ങുന്നതോടെ അവർക്ക് അത്രയധികം നഷ്ടങ്ങൾ വരും എന്നല്ലാതെ ഇവർക്കൊരിക്കലും മിഡിൽ ഈസ്റ്റിലെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഓരോ രാഷ്ട്രങ്ങളും അമേരിക്കയെ കൈയഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുവൈറ്റും പറഞ്ഞു ഞങ്ങളുടെ മണ്ണിൽ നിന്നും ഇനി ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണുള്ളത്. നേരത്തെ സൗദി അറേബ്യയും ഖത്തറും പറഞ്ഞതാണ് ഇനി ഞങ്ങളുടെ മണ്ണിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല എന്ന്. അവിടെ നിന്നാണ് നേരെ കുവൈറ്റിലേക്ക് പോയത്. അപ്പോൾ കുവൈറ്റിലേക്കുള്ള ആക്രമണം തുറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നിക്കക്കള്ളില്ലാതെ അവർ പറഞ്ഞ് അമേരിക്ക ഇവിടുന്ന് മാറണം. ഇത് തന്നെയാണ് ബഹ്റൈനിൽ സംഭവിച്ചിരിക്കുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. കാരണം അവർ വളരെ ചെറിയൊരു രാജ്യമാണ്. ഇവിടേക്ക് ആക്രമണം തുടരെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് അവർ പറഞ്ഞ് ഇവിടെ നിന്നിട്ട് ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും, ഇവിടെ പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണവും വേണ്ട എന്ന് കുവൈറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് ആയുധങ്ങളുടെ യുദ്ധം മാത്രമല്ല എന്ന കാര്യവും നമ്മൾ അറിയണം. ഇത് സാമ്പത്തിക ശക്തിയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും യുദ്ധമാണ്. ഇറാന് അവരുടെ സ്വന്തം ശക്തിയും വിജയവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു സുവർണ അവസരമാണിത്. അത് അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ യുദ്ധത്തിന്റെ ഇടവേളകളിലും
എന്നാൽ ഓരോ യുദ്ധത്തിൻ്റെ ഇടവേളകളിലും അമേരിക്കൻ ദൗർബല്യങ്ങളും ട്രംപിൻ്റെ വിടുവാക്കുകളും ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പറയുന്നതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏതായാലും അടുത്ത ദിവസങ്ങളിലെ രണ്ട് കൂട്ടരുടെയും ഓരോ നീക്കവും മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.